രാമായണ മാസത്തിൻ്റെ പുണ്യം തേടിയുള്ള യാത്രകളിലാണ് വിശ്വാസികൾ. രാമായണ പാരായണം നടത്തിയും നാലമ്പലങ്ങൾ ദർശിച്ചും പൂജകളിലും പ്രാർത്ഥനകളിലും പങ്കെടുത്തും വിശുദ്ധിയോടെ ജീവിക്കുന്ന സമയം. നാലമ്പല ദർശനത്തിന് നൽകുവാൻ കഴിയാത്ത ആഗ്രഹങ്ങളില്ലെന്നാണ് പറയപ്പെടുന്നത്. രാമായണം ഒരു തവണ പാരായണം ചെയ്യുന്നതിൻ്റെ പുണ്യം ഒരു നാലമ്പല ദർശനത്തിന് തരാനാകുമത്രേ. വിവിധയിടങ്ങളിലെ നാലമ്പലങ്ങളെക്കുറിച്ച് അറിയാമെങ്കിലും മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ വിശ്വാസികൾക്കത്ര പരിചിതമല്ല. മലപ്പുറം ജില്ലയിൽ ശ്രീരാമനായി സമർപ്പിച്ച രാമപുരവും സഹോദരങ്ങൾക്കായി സമർപ്പിച്ച മറ്റ് 3 ക്ഷേത്രങ്ങളും ചേർത്ത് ധന്യമാക്കുന്ന നാലമ്പല ദർശനം ഓരോ വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. മലപ്പുറം ജില്ലയിലെ നാലമ്പല ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശ്രീരാമനും 3 സഹോദരങ്ങൾക്കുമായുള്ള ക്ഷേത്രങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കരിഞ്ചാപ്പാടി ഭരതക്ഷേത്രം, അയോധ്യ നഗർ ലക്ഷ്മണസ്വാമി ക്ഷേത്രം, നാറാണത്ത് ശത്രുഘ്ന ക്ഷേത്രം എന്നിവ. കോട്ടയത്തെ നാലമ്പലങ്ങൾ പോലെ തന്നെ ഇവിടെയും ഉച്ചയ്ക്ക് മുൻപായി 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി മടങ്ങുവാൻ കഴിയുന്ന രീതിയിൽ പെരിന്തൽമണ്ണ മലപ്പുറം പാതയിൽ 2 കിലോമീറ്റർ ചുറ്റളവിൽ പുഴക്കാട്ടിരി പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രങ്ങളെല്ലാം ഉള്ളത്. ഭരതലക്ഷ്മണ ശത്രുഘ്ന ക്ഷേത്രങ്ങൾ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലേക്ക് അഭിമുഖമായാണ് നിൽക്കുന്നത്. മലപ്പുറത്തെ നാലമ്പലങ്ങളിൽ ശ്രീരാമനായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. ഒരുപാട് കഥകളും ഐതിഹ്യങ്ങളും ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ട്. ഒരിക്കൽ ഇവിടുത്തെ വടക്കേടത്ത് മനയിൽ പരദേശിയായ ഒരാൾ വരികയും രാമനെ ധ്യാനിക്കാനായി സൂക്ഷിച്ചിരുന്ന ഒരു സാളഗ്രാമം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നു. മനയിലെ നമ്പൂതിരിയെ അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചപ്പോൾ അതിൽ പാൽ നിവേദിക്കരുതെന്ന് പറഞ്ഞിരുന്നെങ്കിലും അശ്രദ്ധ മൂലം മനയിലെ സ്ത്രീകൾ അതിൽ അഭിഷേകം നടത്തിയത്രേ. ഇതറിഞ്ഞ ആ പരദേശി മരിച്ചുപോയത്രേ. അന്ന് രാത്രി മനയിലെ നമ്പൂതിരിക്ക് ഉറക്കത്തിൽ ദർശനം ലഭിച്ചു. സ്വപ്നത്തിൽ കറുത്ത പുള്ളിപ്പശു പ്രസവിച്ച് നിൽക്കുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയണമെന്നായിരുന്നു അത്. അങ്ങനെയാണ് ഈ രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടെ വന്നതെന്നാണ് വിശ്വാസം. ഇവിടെ രാവിലെ ശ്രീരാമൻ വനവാസിയുടെ രൂപത്തിലും വൈകിട്ട് സീതാസമേതനായി കാണപ്പെടുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതുകൂടാതെ മറ്റൊരു കഥയും പ്രചാരത്തിലുണ്ട്. പ്രദേശത്ത് ബ്രാഹ്മണന്മാരില്ലാതെ വന്നപ്പോൾ ഇവിടുത്തെ മനയിലെ നമ്പൂതിരി ഇരിങ്ങാലക്കുടയിൽ നിന്ന് ബ്രാഹ്മണന്മാരെ ഇവിടേക്ക് ക്ഷണിച്ചുവത്രേ. തൃപ്രയാറിൽ നിന്നും വന്ന അവരുടെ ആരാധനാമൂർത്തി തൃപ്രയാറപ്പനായിരുന്നുവെന്നും പുതിയ സ്ഥലത്തും തങ്ങൾ തുടർന്നു വന്ന അതേ രീതികളും ചടങ്ങുകളും അവർ പിന്തുടർന്നുവെന്നും അങ്ങനെ രാമക്ഷേത്രവും മറ്റു ക്ഷേത്രങ്ങളും ഇവിടെ സ്ഥാപിതമായി എന്നും വിശ്വസിക്കപ്പെടുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് സമാനമായാണ് ഇവിടുത്തെ പൂജകളും കാര്യങ്ങളും ഇന്നും നടത്തുന്നത്. നാറാണത്ത് ഗ്രാമാതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ തെക്കുപടിഞ്ഞാറായി കരിഞ്ചാപ്പാടി എന്ന പ്രദേശത്താണ് ഭരതക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചിറയും കാടും കൂടിച്ചേർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടം ചെറക്കാടെന്നും അറിയപ്പെടുന്നു. ചിറക്കാടെന്നും മൊഴിഭേദമുണ്ട്. മറ്റു 3 ക്ഷേത്രങ്ങളും പുഴക്കോട്ടൂരി പഞ്ചായത്തിലാണെങ്കിൽ ഈ ക്ഷേത്രം കുറവ പഞ്ചായത്തിലാണ്. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ അകലെയായി പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന വഴിയിൽ പനങ്ങാങ്ങാര 38 സ്റ്റോപ്പിനടുത്ത് പടിഞ്ഞാറ് ദർശനമായി ലക്ഷ്മണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അയോധ്യ നഗർ എന്ന പേരിലാണ് ഇന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം വിശ്വാമിത്ര മഹർഷിയുടെ തപോകേന്ദ്രമായിരുന്നു എന്നാണ് വിശ്വാസം. മഹർഷിയുടെ സങ്കല്പത്തിൻ്റെ സാഫല്യമാണ് രാമപുരത്തെ നാലമ്പലങ്ങളെന്നും തദ്ദേശവാസികൾ വിശ്വസിച്ചു പോരുന്നു. ഈ ക്ഷേത്രത്തിൽ വിശ്വാമിത്ര മഹർഷിയെ സങ്കല്പിച്ച് നിത്യേന 2 നേരവും വിളക്ക് വെച്ച് പോരുന്നു. രാമപുരം ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറോട്ട് മാറി കോഴിക്കോട്ടേക്ക് പോകുന്ന ദേശീയപാതയിൽ നാറാണത്ത് സ്റ്റോപ്പിൽ നിന്ന് ഏകദേശം 100 മീറ്റർ അകലെയാണ് ശത്രുഘ്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ചതുർബാഹുവായ ശത്രുഘ്നാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ശ്രീരാമ ഭരത ലക്ഷ്മണ ക്ഷേത്രങ്ങൾക്ക് വട്ട ശ്രീകോവിലാണെങ്കിൽ ശത്രുഘ്ന ക്ഷേത്രത്തിന് മാത്രം ചതുര ശ്രീകോവിലാണ്. ദുർവാസാവ് മഹർഷിയുടെ തപോഭൂമിയാണ് ഈ പ്രദേശം എന്നുള്ള വിശ്വാസമുണ്ട്. തൃശ്ശൂർ ജില്ലയിലെയും കോട്ടയം ജില്ലയിലെയും നാലമ്പലങ്ങളുമായി താരതമ്യം ചെയ്താൽ ശാപമോക്ഷം കാത്തുകിടക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നാലമ്പലങ്ങൾ.